ദീപാവലി കഴിഞ്ഞതോടെ ഡൽഹിയിൽ വായുമലിനീകരണത്തിന്റെ അളവ് വീണ്ടും കൂടിയതായിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ അനുസരിച്ച് ഡൽഹി നഗരം ഇപ്പോൾ വിഷപ്പുകയിൽ മുങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഡൽഹിയിലെ മിക്ക പ്രദേശങ്ങളിലും ഗുരുതര വിഭാഗത്തിലുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണുന്നുണ്ട്. കർശന നിരോധനങ്ങളോടെ ഇത്തവണ ഡൽഹിയിൽ ദീപാവലി ആഘോഷങ്ങളൊക്കെ നടക്കുകയുണ്ടായി. പടക്കങ്ങൾ നിർമ്മിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും അത് വിപണനം നടത്തുന്നതിലുമൊക്കെ കടുത്ത നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അവിടുത്തെ ഹൈക്കോടതി. എങ്കിലും പലയിടത്തും ആൾക്കാർ പടക്കങ്ങൾ പൊട്ടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാലാകാലങ്ങളായി നമ്മൾ ഡൽഹിയിൽ കാണുന്ന ഇത്തരത്തിലുള്ള വായു മലിനീകരണത്തിന്റെ കാരണങ്ങളെ പറ്റിയും അതിന്റെ നിലവിലത്തെ അവസ്ഥയെ പറ്റിയും അത് ഏതൊക്കെ രീതിയിലൊക്കെ പോസിബിൾ ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഡൽഹിയാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. എന്താണെന്നല്ലോ, ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു നാഷണൽ പ്രോബ്ലമാണ്. അതായത് പഞ്ചാബ്, ഹരിയാന, ഡൽഹി അങ്ങനെ തുടങ്ങി UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ വരെ നീളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഒരു എയർ പൊല്യൂഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു ഡേറ്റ അനുസരിച്ച് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 2020 മുതലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് മലിനീകരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വാരണാസി നഗരമാണെന്ന് കാണാൻ സാധിക്കും. വസ്തുത ഇതൊക്കെ ആയിരുന്നിട്ട് കൂടി എല്ലാ മാധ്യമങ്ങളുടെയും ഫോക്കസ് പോകുന്നത് ഡൽഹിയിലേക്കാണെന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഡൽഹിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിക്കുന്നതിലൂടെ അവിടുത്തെ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് അർത്ഥം. അതായത് കൺസ്ട്രക്ഷൻ പോലെയുള്ള വർക്കുകളൊക്കെ വേണമെങ്കിൽ നിർത്തിവെക്കും, സ്കൂളുകളൊക്കെ ആവശ്യമാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് തൽക്കാലത്തേക്ക് അടച്ചിടാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നിർത്തലാക്കുന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇതുപോലെയുള്ള സിവിയർ ആക്ഷൻ പ്ലാനുകളൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് പ്രത്യേകത. അതായത് ഡൽഹി പോലെ മലിനീകരണമുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ ഇത്തരം പ്ലാനുകളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല എന്നത് ഒരു നിർഭാഗ്യകരമായ വസ്തുത തന്നെയാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് സഫർ എന്ന് പറയുന്നത്. സഫർ എന്ന് വെച്ചാൽ സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വായു മലിനീകരണത്തിന്റെ തോതിനെ പറ്റി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ, ഈ സഫറിന്റെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിലെ വായു മലിനീകരണത്തിന് പ്രധാനപ്പെട്ട കാരണം അതിന് ചുറ്റുമായി കിടക്കുന്ന സംസ്ഥാനങ്ങളുടെ കാർഷിക സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണെന്ന് കാണാൻ സാധിക്കും. അതായത് ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ ഡൽഹി. അപ്പോൾ വിളകൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വായു മലിനീകരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് പഞ്ചാബിലും ഹരിയാനയിലും ഇത് വളരെ കൂടിയ അളവിൽ ചെയ്യുന്നു എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ, നവംബറിൽ പലതരത്തിലുള്ള കർഷകർ അവരുടെ നെൽക്കണ്ടത്തിൽ വരുന്ന അവശിഷ്ടങ്ങളും വൈക്കോലുകളും എല്ലാം കൂടെ ചേർത്തിട്ട് കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. വിളവെടുപ്പിന് ശേഷമുള്ള ഒരു സാധാരണ രീതിയാണ് താളടി അല്ലെങ്കിൽ നെല്ല് കത്തിക്കൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ സ്റ്റബിൾ ബേണിംഗ് എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കാറുള്ളത്. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നെൽകൃഷിയുടെ പ്രതിവർഷം 48 ദശലക്ഷം ടൺ വൈക്കോൽ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് കണക്ക് പറയുന്നു. ഏകദേശം 39 ദശലക്ഷം ടൺ ഇങ്ങനെ കത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ നമ്മൾ ഏറ്റവും അധികം കുറ്റപ്പെടുത്തേണ്ടത് ഡൽഹിയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അത്തരം സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റിനെ തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റബിൾ ബേണിംഗ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ഇൻസെന്റീവ്സ് നൽകി വരാറുണ്ട്. ഗവൺമെന്റ് നൽകുന്ന ഇത്തരം ഇൻസെന്റീവ്സിൽ വരുന്ന കുറവുകളാണ് ഈ കാലാകാലങ്ങളിലായിട്ട് ഈ സ്റ്റബിൾ ബേണിംഗ് കൂടുന്നതിന് കാരണമെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ സ്റ്റബിൾ ബേണിംഗ് ഇത്രയധികം കൂടുന്നത് എന്നുള്ളൊരു മെയിൻ ചോദ്യം. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു ഉത്തരമായി പറയാനുള്ളത് കമ്പൈൻഡ് മെക്കാനിക്കൽ ഹാർവെസ്റ്റേഴ്സ് എന്നാണ്. മെഷീൻ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, കർഷകർ നേരിട്ട് നെല്ല് കൊയ്തെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി. അതായത് അവർ ഓരോന്നായിട്ട് പിഴുതെടുത്ത ശേഷമാണ് അതിൽ നിന്ന് നെല്ല് വേർതിരിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ നെല്ല് വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മെഷീനുകൾ ആ രംഗത്തേക്ക് വന്നതോടുകൂടി ഈ ജോലിയെല്ലാം മെഷീനുകൾ നേരിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്തെന്നാൽ, ഇത്തരം മെഷീനുകൾ നെൽച്ചെടിയുടെ 2 അടി മുകളിൽ വെച്ചാണ് അതിന്റെ തണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് മുകളിലായിട്ട് നെൽച്ചെടിയുടെ ആ ഒരു 2 അടി ഭാഗം തണ്ട് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൃഷിക്ക് ശേഷം ഇത് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെലവ് കുറയ്ക്കുന്നതിനും
സമയം ലാഭിക്കുന്നതിന്റെയും ഭാഗമായിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ഊരി കളയുന്നതിന് പകരം അവരത് മൊത്തത്തിൽ കത്തിക്കുക എന്നൊരു നിലപാടാണ് അവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ 2019 ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കത്തിക്കൽ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതിന് കാരണമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജലസംരക്ഷണത്തിന്റെ ഭാഗമായി പഞ്ചാബ് ഹരിയാന സർക്കാരുകൾ ഒരു പുതിയ നിയമം പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ ഒരു പ്രത്യേക നിയമപ്രകാരം വിത്ത് വിതയ്ക്കുന്നത് മൺസൂൺ സീസണിന് മുന്നേ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ജലത്തിന്റെ ലഭ്യത കുറവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം തയ്യാറാക്കിയിരിക്കുന്നതെങ്കിലും വിത്ത് വിതയ്ക്കലിൽ വളരെയധികം കാലതാമസമൊക്കെ നേരിടുമ്പോൾ വിത്ത് കൊയ്തെടുക്കുന്നതിലും സ്വാഭാവികമായിട്ടുള്ള കാലതാമസം നേരിടുന്നുണ്ട്. അതായത് വിത്ത് വിതയ്ക്കലും വിത്ത് കൊയ്തെടുക്കലും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഏകദേശം 45 ദിവസത്തോളം പുതിയ വിളകൾ ഉണ്ടാക്കുന്നതിനായി സമയം ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ 14 മുതൽ 21 ദിവസം വരെയായിട്ട് അത് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർ ഒരു എളുപ്പമാർഗ്ഗം സ്വീകരിക്കും, ഇത് കത്തിച്ച് കളയുക എന്നൊരു എളുപ്പമാർഗ്ഗം. അപ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് അവർ ചിന്തിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റബിൾ ബേണിംഗിന്റെ നിരക്ക് ഉയരുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തുടർന്ന് സ്റ്റബിൾ ബേണിംഗ് ഒക്കെയാണ് ഈ മലിനീകരണത്തിന് കാരണമെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കുകയും ഈ പഞ്ചാബ് ഹരിയാന പോലെയുള്ള സർക്കാരുകൾ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മാർഗ്ഗങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞത് സ്റ്റബിൾ ബേണിംഗ് ചെയ്യുന്ന കർഷകർക്ക് ഫൈൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതായത് ഏക്കറിന് 500 രൂപ നിരക്കിൽ സ്റ്റബിൾ ബേണിംഗിന് ഫൈൻ കൊണ്ടുവരുന്ന ഒരു നിർദ്ദേശമൊക്കെ നിയമമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ തീർത്തും പരാജയമായിരുന്നു. രണ്ടാമത് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റബിൾ കളക്ട് ചെയ്തതിന് ശേഷം അത് കത്തിക്കുന്നതിന് പകരം ബയോമാസ് പ്ലാന്റുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക, അത് വൈദ്യുതിയുടെ രൂപത്തിൽ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം എന്നതായിരുന്നു രണ്ടാമത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്രകാരം നിക്ഷേപിക്കുന്നതിലൂടെ നമുക്ക് ഏകദേശം 25,000 ഗിഗാവാട്ട്സ് വൈദ്യുതിയൊക്കെ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ പദ്ധതിയും പ്രാവർത്തികമായിട്ടില്ല എന്നതാണ് നമുക്ക് വസ്തുതകളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ചുരുക്കം ചില തലങ്ങളിൽ മാത്രം ഇത് നടത്തപ്പെട്ടു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലാർജ് സ്കെയിലിൽ ഈ ഒരു പ്ലാനും സക്സസ് ആയില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. മൂന്നാമതായി കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് വെച്ചാൽ ഹാപ്പി സീഡർ ആണ്. നാഷണൽ ആഗ്രോ ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച ഒരു യന്ത്രമാണ് ഈ ഹാപ്പി സീഡർ എന്ന് പറയുന്നത്. ട്രാക്ടറിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു യന്ത്രമാണ്. മുൻകൂട്ടി നിലമൊരുക്കാതെ വൈക്കോൽ മുറിച്ച് ഉയർത്താനും ഗോതമ്പ് മാത്രമല്ല ഗോതമ്പ് നെല്ലൊക്കെ നേരിട്ട് മണ്ണിലേക്ക് വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹാപ്പി സീഡറുകൾക്ക് കഴിയുമെന്നതാണ് ആ മെഷീന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വൈക്കോലുകൾ ഉൾപ്പെടെയുള്ള കാർഷിക അവശിഷ്ടങ്ങൾ അടുത്ത വിളയ്ക്ക് വളമാകുകയും ചെയ്യും എന്നതായിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്. സബ്സിഡി നിരക്കിൽ ഈ യന്ത്രം കർഷകർക്ക് നൽകിയിരുന്നെങ്കിലും ഇപ്പോഴിത് കിട്ടാനില്ലെന്ന് ഒരു പൊതുവെ പരാതിയുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനും അധികം സക്സസ് ആയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതല്ലാതെ കാർഷിക അവശിഷ്ടങ്ങൾ സർക്കാർ തലത്തിലൊക്കെ ശേഖരിച്ച് പുനരുപയോഗം സാധ്യമാക്കാനും അതിനു വേണ്ടിയിട്ടുള്ള വഴികളും എല്ലാം പല വിദഗ്ധരും മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും സർക്കാർ തലത്തിൽ ഗൗരവമായി നടന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത്. 10 മിനിറ്റിലധികം പുറത്തു നിന്നാൽ കണ്ണുനീറ്റലും തൊണ്ടകാറലും വരുന്നതാണ് ഇപ്പോൾ വിഷപ്പുകകൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ ഒതുങ്ങുന്നതൊന്നുമല്ല ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത്. പഠനങ്ങളിലൂടെ സൂചിപ്പിച്ചത് പല ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അന്ന് സൂചിപ്പിച്ചത്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആൾക്കാരെ ബാധിക്കാൻ തുടങ്ങിയിട്ടും ഈ വക വിഷയങ്ങളൊന്നും അത്ര ഗൗരവമായിട്ട് കണക്കാക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുതയുള്ളത്. ഈ മലിനീകരണത്തിന്റെയൊക്കെ അളവുകൾ നിശ്ചയിക്കുന്നത് പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണെന്ന് കാണാൻ സാധിക്കും. അതിലൊന്നെന്ന് പറയുന്നത് അവേർലി AQI എന്ന് പറയും. അതായത് ഓരോരോ മണിക്കൂറുകളിലും ഈ പൊല്യൂഷൻ മീറ്റർ എത്ര റീഡിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ റീഡിംഗ് സാധാരണയായിട്ട് എടുക്കുന്നത്. അടുത്തത് ഡെയിലി AQI എന്നാണ് പറയുന്നത്. അതായത് ഓരോരോ ദിവസത്തെ റീഡിംഗ് വെച്ചിട്ട് അതിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് പൊല്യൂഷന്റെ റേറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുന്നത്. അടുത്തത് ഇയർലി AQI എന്ന് പറയും. അതായത് വർഷാവർഷമുള്ള ഇതിന്റെ റീഡിങ്ങിനെ ബന്ധപ്പെട്ട അനാലിസിസ് ആണ് ഇയർലി AQI എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇയർലി AQI ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതായത് ദീപാവലി പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഓരോ മണിക്കൂറിലും എത്രമാത്രം വായു മലിനീകരണം രേഖപ്പെടുത്തുന്നു എന്നതിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം ആഘോഷങ്ങൾ എത്രമാത്രം വായു മലിനീകരണത്തിന് കാരണമാകുന്നു എന്ന വിശദമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പരിശോധിച്ച് നോക്കുമ്പോൾ 0 മുതൽ 50 വരെയുള്ള റീഡിംഗ് ആണ് നോർമൽ റീഡിംഗ് ആയിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത്. അതായത് വായു മലിനീകരണങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ നേരിടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും മാരകമായ വേർഷൻ എന്ന് പറയുന്നത് ഈ റീഡിംഗ് 300 മുതൽ 500 വരെ ആകുന്ന ഘട്ടമാണ് ഏറ്റവും ഭയാനകമായ വേർഷനായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. നഗരങ്ങളിലോ അതേപോലെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈൽ മെട്രോപൊളിറ്റൻ സിറ്റികളിലോ ഒക്കെയാണ് ഇത്തരത്തിൽ 300 മുതൽ 500 വരെയുള്ള ആ ഒരു റീഡിംഗ്.
അത് സാധാരണയായിട്ട് രേഖപ്പെടുത്തുന്നത്. എങ്കിൽ ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ തന്നെ വേണ്ടി വരുമെന്ന് നമുക്ക് ആ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇൻഡെക്സ് പ്രകാരം 999 അതിന്റെ ഏറ്റവും ഉയർന്ന റീഡിംഗ് ആയിട്ട് പറയാനുള്ളത്. ഇതിന് മുകളിൽ അല്ലെങ്കിൽ ഇതിനടുത്ത് പോലും ഇതുവരെ ഒരു റീഡിംഗ് എത്തിയിട്ടില്ല എന്നതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക ദീപാവലി പോലെയുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ അവർലി AQI എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിക്കുന്ന റെക്കോർഡുകൾ അതിനകത്ത് കാണാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ അത് 1000-ന് മുകളിലോ അല്ലെങ്കിൽ 2000-ന് മുകളിലോ വരെയൊക്കെ പോകുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 300 മുതൽ 500 വരെയുള്ള റീഡിംഗ് വളരെ ഹാനികരമാണെന്ന് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞെടുത്താണ് 1000, 2000, 2005 പോലെയുള്ള റീഡിംഗ് ഒക്കെ രേഖപ്പെടുത്തുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദീപാവലി ദിവസം മാത്രമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും വർഷം മുഴുവനുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് എടുക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഒരു നിലപാടാണ് ഓരോ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വർഷം മുഴുവനുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് എടുക്കുമ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും റെക്കോർഡിക്കലി കാണാൻ സാധിക്കില്ല. പക്ഷേ മണിക്കൂറുകൾ ഇടവിട്ടുള്ള ഇത്തരം റീഡിംഗ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു പ്രധാന വസ്തുത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫെസ്റ്റിവൽ സീസണുകളിൽ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള വസ്തുതയാണെന്ന ഗൗരവമായ സത്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുക. ഇനി ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുപിടിച്ച് ഈ സ്റ്റബിൾ ബേണിംഗ് ഒരു ദിവസം മൊത്തത്തിൽ അങ്ങനെ അങ്ങ് നിർത്തിക്കളയാം എന്നുള്ള ഒരു വ്യാമോഹമൊന്നും വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പാടില്ല. അത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് സത്യം. ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗം എന്തെന്നാൽ ഒരു N95 മാസ്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 95 മാസ്കുകൾ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതിലും സ്റ്റാൻഡേർഡ് കുറഞ്ഞ മാസ്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും കിട്ടുകയില്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫലപ്രദമായി എയർ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെടികൾ നിങ്ങൾ മാക്സിമം നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. നാസയുടെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഇത് ഏത് തരത്തിലുള്ള ചെടികളൊക്കെയാണ് വായുമലിനീകരണം നിയന്ത്രിച്ച് അതിനെ ഫലപ്രദമായി ഫിൽട്ടർ ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണെന്ന് നാസ പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ വിക്കിപീഡിയയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള ചെടികളാണ് എയർ ഫിൽട്രേഷന് എഫക്റ്റീവായി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ചെടികൾ വാങ്ങി നട്ടു കഴിഞ്ഞാൽ ഫലപ്രദമായിട്ട് എയർ ഫിൽട്രേഷൻ ഒക്കെ സാധ്യമാകുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമായി പറയാം. അപ്പോൾ ഈ ചെടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇൻഡോർ പ്ലാന്റുകൾ ഇത്തരത്തിൽ എത്രമാത്രം എയർ ഫിൽട്ടർ ചെയ്യാൻ അത് കാപ്പബിൾ ആണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങളോ തെളിവുകളോ ഒന്നും ഇന്ന് നിലവിലില്ല എന്ന ഒരു സത്യം കൂടി തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്നുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് പറയാനുണ്ട്. എങ്കിലും ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരുത്തില്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തെന്നാൽ നാം മീഡിയയിലും ഗവൺമെന്റിലും ഒക്കെ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തുകയാണെങ്കിൽ ഇത്തരം വായു മലിനീകരണങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശന നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൽഹിയിലെ ഇപ്പോഴത്തെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വളരെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് വീഡിയോസായി വീണ്ടും നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഔട്ട്.